തുടർന്നുള്ള ദിവസങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പറയണം, കർത്താവേ അങ്ങയുടെ ഇഷ്ടം എൻ്റെ മക്കളിൽ നടക്കട്ടെ. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയണം, ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു കല്യാണം ആലോചിക്കുക, ഒരു പെണ്ണിനെ എടുക്കുക, അല്ലെങ്കിൽ ചെറുക്കനെ എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളൊരു വീട് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ എൻ്റെ ഇഷ്ടമൊന്നും ഈ വിഷയത്തിൽ എന്ത് ചെയ്യരുത്, ഇടയാകരുത്. കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ, കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾ സ്റ്റെപ്പ് വെച്ചാൽ കർത്താവിൻ്റെ ഗീതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോൾ അത് ആനന്ദമായിരിക്കും, അനുഗ്രഹമായിരിക്കും, വിടുതലായിരിക്കും. ഗെത്സമനെ തോട്ടത്തിൽ ക്രൂശീകരണത്തിന്റെ തൊട്ട് മുമ്പ് പ്രാർത്ഥിക്കാനായിട്ട് ഒരു കല്ലേറ് ദൂരത്ത് ശിഷ്യന്മാരെ വിട്ട് മാറിപ്പോയി കരഞ്ഞ യേശു കർത്താവ് പോലും യഹോവയായ ദൈവത്തോട്, തൻ്റെ പിതാവാം ദൈവത്തോട് പറഞ്ഞതും അങ്ങനെ തന്നെയല്ലേ? പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിത്തരണം. കാരണം കർത്താവ് അനുഭവിക്കാൻ പോകുന്ന സഹനങ്ങൾ കർത്താവിന് മനസ്സിലായിട്ട് അതൊരു ദാരുണമായ സഹനമാണ്, സഹിക്കാൻ കഴിയാത്ത വേദനയാണ്, പീഡയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് യേശു കർത്താവ് ശിഷ്യന്മാരെ വിട്ട് ദൂരെ മാറി നിന്നിട്ട് മുട്ടയിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ പ്രാർത്ഥനയിൽ പിതാവിനോട് പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിത്തരണം. എന്നാൽ പിതാവാം ദൈവം ആ വിഷയത്തിൽ പുത്രനായ ക്രിസ്തുവിനോട് മൗനമായപ്പോൾ, ഒരു വാക്കുപോലും പറയാതെ മുഖം തിരിഞ്ഞു നിന്നപ്പോൾ, പിതാവായ ദൈവത്തിൻ്റെ ആ പ്രതികരണം അങ്ങനെ കണ്ടു എന്ന് മനസ്സിലായ യേശു കർത്താവ് പറയുകയാ, പിതാവേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. നമ്മുടെ പ്രാർത്ഥനയിലും ഈ വാക്ക് ഉയർന്നു വരട്ടെ. നമ്മുടെ ഇഷ്ടത്തിലും നമ്മുടെ വികാരത്തിലും നമ്മുടെ ചിന്തയിലും ഈ വാക്ക് ഉയർന്നു വരട്ടെ. കർത്താവേ എൻ്റെ ഇഷ്ടമല്ലപ്പാ എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത്, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നടക്കേണ്ടത്, എൻ്റെ കുടുംബ ജീവിതത്തിൽ നടക്കേണ്ടത്, എൻ്റെ ജോലിയിൽ നടക്കേണ്ടത്, അവിടുത്തെ ഇഷ്ടം ഇനി നടക്കട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണം.